അനുജൻ തനയനും മിത്രനും ശിനിത്താനും. അമ്മേ, കുഞ്ഞുറങ്ങി കിടക്കുന്ന കേട്ടോ, ഒന്ന് നോക്കിക്കോണേ. എനിക്കാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലും കൂടെ പോകണമായിരുന്നു. കുളിച്ചിട്ട് വരാവേ ഞാൻ. ഡോക്ടർ എത്ര മണിക്കാ? ഡോക്ടർ 11 മണിന്നാ പറഞ്ഞേ. പക്ഷെ ഇപ്പോഴേ കുളിച്ചിറങ്ങണ്ടേ അമ്മേ, റോഡ് മൊത്തം ബ്ലോക്ക് അല്ലേ. ഇപ്പൊ റോഡ് ഇങ്ങനെ കിടക്കുന്നോണ്ട് ഭയങ്കര പാടുവാ. അന്നത്തെ കൂട്ട് താമസിക്കുവോ? എനിക്ക് കൊച്ചിനെ ഒന്നും എടുത്തോണ്ട് ഏണും വയ്യ, നടുവും വയ്യ. അമ്മേ, അത് ഈ ഡോക്ടറിന് സർജറി ഒക്കെ ഉള്ളതല്ലേ. ഈ ബുക്കിംഗ് തന്നെ കിട്ടുന്നത് വലിയ കാര്യമാണ്. പിന്നാണ് എനിക്ക് ഇന്ന് കാണിക്കേണ്ട ദിവസവും. അതുകൊണ്ട് അവൾ ഉറങ്ങുമല്ലേ അമ്മേ. ഒരു 2 മണിക്കൂർ അവൾ എന്തായാലും ഉറങ്ങും. അമ്മ അതുവരെ ഒന്ന് നോക്കിയാൽ മതി. ഞങ്ങൾ അപ്പോഴത്തേക്കും ഇങ്ങ് എത്തിയേക്കാം. നോക്കിക്കോളാം. ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞതുമില്ല. എല്ലാം എൻ്റെ തലയിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, സ്വന്തം മോൻ്റെ കുഞ്ഞിനെ നോക്കാൻ വയ്യാത്ത പരട്ട കിളവി. ഇവർ ഇത് കണ്ട എൻ്റെ മാത്രം കൊച്ചാന്നാ തോന്നുന്നത്. ഇവരുടെ മോൻ്റെയും കൂടെ കൊച്ചല്ലയോ. എന്തൊരു സ്വഭാവം ഇവരുടെ. ജാനു, ജാനു നിനക്ക് നടു വയ്യാത്തല്ലേ? ഞാൻ തൂക്കത്തില്ലയോ ജാനു? ഞാൻ തൂക്കത്തില്ലേ? നിങ്ങളിത് എവിടെ പോവാ? ജാനു, ഞാൻ തൂക്കത്തില്ലേ? ഞാൻ അങ്ങ് തൂത്തോളാം. പിള്ളേരുടെ അച്ഛൻ അവിടെ കാണും പോയി ഇരുന്നേ. സോക്കേടാന്നേ പിള്ളേരുടെ അച്ഛൻ. ജാനു, ഞാൻ തൂക്കാടി. പിള്ളേരുടെ അച്ഛൻ അവിടെ പോയി നിക്ക്. പിള്ളേരുടെ അച്ഛൻ എനിക്ക് വയ്യ. നിന്റെ നടു വയ്യാത്തല്ലേ? നീ ഇങ്ങ് തന്നേ. എനിക്ക് തൂക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് വിട്ടുകളാ. ഓഫ്, എന്തൊരു കഷ്ടമാ മനുഷ്യ. വിട്. എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ഞാൻ വേറെ ചൂലെടുത്തോണ്ടൊന്ന് തൂക്കട്ടെ. ചുമ്മാ ഒന്ന് അടങ്ങിയ മനുഷ്യ പോ. കൊണ്ട് അരത്തിച്ചമ്മയ്ക്കത്തില്ല. അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷം ആവുന്നു. 32 വർഷം. അവന് 32 വർഷമായി. കർക്കിടകം ആവത്തില്ലേ? അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷമാവുന്നു. അച്ഛനിപ്പോൾ എത്ര വയസ്സുണ്ട്? അങ്ങേരിക്ക് ഇപ്പം എത്ര 66 വയസ്സാവും. 66. അമ്മയ്ക്കോ? എനിക്ക് 56. ഇത്രയും പ്രായം ചെന്നാൽ ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നുക. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയില്ല. അങ്ങേർക്ക് എന്നെ കണ്ടുകൂടാമ്മേ. പിള്ളേരുടെ അച്ഛ, മോള് പറയുന്ന കേട്ടില്ലയോ? എൻ്റെ കൂടെ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞപ്പോൾ അങ്ങേര് പറയുന്നതാ, സ്ത്രീധനമായിട്ട് കാറ് തരാതെ അങ്ങേർക്ക് ടൂറ് പോകാൻ മൂടില്ലെന്ന്. എന്നെ ഒരു സഹായത്തിനും അങ്ങേര് നിൽക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. ഇതുവരെയ്ക്കും ഒന്ന് വിളിച്ചോ? എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ കാശില്ലാത്തതിൻ്റെ ഡിപ്രഷൻ ആയിരിക്കും ഇല്ലേ? ഡിപ്രഷൻ ആയിരിക്കും. നിങ്ങളിങ്ങനെ കരയാതെ മോൾ അടങ്ങ്. അവൻ വരട്ടെ, നിന്റെ ചേട്ടൻ വരട്ടെ. വന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം അവനെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ. നീ ഒരു തരത്തിലും വിഷമിക്കാത്ത തലത്തിൽ അമ്മ മോളെ എത്തിക്കാം, സങ്കടപ്പെടാതെ. വേണ്ടേ? ചേച്ചിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്ക്. സിനിമ കാണാൻ പോയേക്കുന്നവര്. സിനിമ കാണാൻ പോയേക്കുന്നു. കൊച്ചിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് സിനിമ കാണാൻ പോയേക്കുന്നു. കണ്ടാ ഈ തിയേറ്ററെ കണ്ടിട്ടില്ല. കൂടിയ സിനിമാ തിയേറ്ററില്ലേ, അവിടെ ആണെന്ന്. അവിടെ ഒരു സീറ്റിന് 700 രൂപയാ. ഒരാൾ കയറുന്നതിന് 700 രൂപ. അപ്പം 2 പേർ കൂടി 1400 രൂപ. പിന്നെ ഫുഡ് വാങ്ങുമല്ലോ. എങ്ങനെ പാലും ഒരു ദിവസം 10,000 രൂപ ചിലവാക്കുന്നു. ചേട്ടനെ കൊണ്ട് 10,000 രൂപ ചിലവാക്കിക്കുന്നു. അവൾ ആള് ജില്ലയാ. കണ്ടോ? അല്ല അമ്മ, ഈ തെങ്ങ് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തോ ചേട്ടൻ പറഞ്ഞത്? അപ്പൊ അവന്റെ കാശില്ലെന്ന് പറഞ്ഞു. കാശില്ലെന്ന്. വിളിക്ക്. ഇപ്പൊ തന്നെ ചേട്ടനെ വിളിക്ക്. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? ഉണ്ടുണ്ട്. അമ്മ ഈ കസേരയിലോട്ട് ഇരുന്നേ. ഇരുന്ന് സംസാരിക്കും. വിളിക്ക്. അവനെ വിളിക്കാനോ? വേണോടി കൊച്ചെ, അവരെന്തേലും കാണിക്കട്ടെ. അമ്മയോട് വിളിച്ചമ്മേ.
എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആന്റി ചെട്ടിനാട് ക്വാളിറ്റി ഡിസൈനും ഹോൾസെയിൽ പണിക്കൂലിയിൽ വാങ്ങാൻ ഗോൾഡൻ അപ്പൊ മറക്കണ്ട ഇയർ ഓൺ ഗോൾഡൻ സെയിൽ ഡിസംബർ 10 മുതൽ ജാനുവരി 5. Peri Pardon's Gold and Diamonds. ഹലോ സ്പീക്കറിലിട് ഹലോ പറയമ്മേ. ഹലോ എവിടാന്ന് ചോദിക്കാം ആ നീ എവിടാ? ഞാൻ ഇവിടെ സിനിമാ തിയേറ്ററിലാ. എന്തോ അമ്മ കാര്യം? ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സിനിമാ തിയേറ്ററിൽ പോയെന്ന് ചോദിക്കേ. നീ ഇവിടെ ആശുപത്രി പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ നീ സിനിമാ തിയേറ്ററിൽ എന്തിനാ പോയത്? അമ്മ ഡോക്ടർ വരാൻ 2 മണിക്കൂർ വൈകുമെന്ന്. അപ്പം പിന്നെ ആ സിനിമ ഒന്ന് കാണാന്ന് അവള് പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞ് വന്നതാ. അവിടെ ഡോക്ടർ വന്നില്ലെന്ന്, അതുകൊണ്ടാണ് അവര് സിനിമയ്ക്ക് പോയതെന്ന്. ഇവിടെ തെങ്ങ് പൊടിഞ്ഞു വീഴാറായി. പറയങ്ങോട്ടമ്മേ. ഹലോ ഹലോ. ചോദിക്കുന്നു പറയമ്മ അങ്ങോട്ട്. എന്തുവാ അമ്മേ, പ്രശ്നം എന്തുവാ? ഇവിടെ തെങ്ങ് ഒടിഞ്ഞു നിൽക്കാന്നെന്ന് ഞാൻ എത്ര നാളുകൊണ്ട് നിന്നോട് പറയും. നീ അതൊന്ന് മുറിപ്പിക്കാൻ ഒരു മൂപ്പരെ കാണാൻ വിളിച്ചോ? അല്ലെങ്കിൽ കുറച്ച് പൈസ വല്ലതും തന്നോ? ആ തെങ്ങ് ഒടിഞ്ഞ് എൻ്റെ മണ്ടയ്ക്ക് വീഴട്ടെന്നാന്നോ നീ പറയുന്നേ? ഇപ്പൊ എന്തോ അമ്മയ്ക്ക് വേണ്ട, സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ് അയക്കാൻ പറ, തെങ്ങ് മുറിപ്പിക്കാൻ കാശ് അയക്കാൻ പറ. അല്ലടാ, അവിടെ തെങ്ങ് മുറിപ്പിക്കണം. ഞാൻ ഇവിടെ മുറ്റം തൂക്കുവാ, അത് മുടിഞ്ഞു വീണ എൻ്റെ മുതുകത്തായിരിക്കും വീഴുന്നത്. നിനക്ക് ഞാൻ വേണോ അതോ നിന്റെ പെണ്ണുപിള്ള പറയുന്നത് കേട്ട് സിനിമയ്ക്കൊക്കെ നടക്കുവാന്നോ നീ കൊച്ചിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നീ ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് നീ സിനിമാ തിയേറ്ററിൽ പോയത് അത്ര നല്ലതല്ല കേട്ടോ മോനെ. വയ്യാതെ ഞാനിവിടെ എന്തൊക്കെ നോക്കണം, ഇവിടുത്തെ പണി ചെയ്യണം, നിന്റെ കൊച്ചിനെ നോക്കണം, കൊച്ചിനെ ഉറക്കിയതേ കിടത്തിയിട്ടാ ബാക്കി പണി ചെയ്യുന്നത്. കാശ് അയക്കാൻ പറ അമ്മേ, കാശ് അയക്കാൻ പറ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ മൂപ്പരെ പിടിച്ച് തെങ്ങ് അങ്ങോട്ട് മുറിപ്പിക്കാം. ഒരു 500 രൂപ ഇങ്ങോട്ട്. 500 ഒരു 5000 രൂപ ഇങ്ങോട്ട് അയക്കി. 5000ഓ? ഒരു തെങ്ങ് മുറിക്കാൻ 5000 രൂപയോ? അതിപ്പോൾ മൂപ്പരെ വിളിച്ച് തെങ്ങൊക്കെ മുറിപ്പിച്ച് 10 പേർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുത്ത് ഈ തെങ്ങ് പിടിക്കാനും വലിക്കാനും ആള് വേണ്ടായോടാ. നെടുനീളം പോലെ ഒരു തെങ്ങല്ലേ നിൽക്കുന്നത്. അതിന് മണ്ടയെല്ലാം പഴുത്ത് ഇരിക്കുക. അതിൻ്റെ പൊത്തിൽ 2 തത്തയുണ്ട്. തത്തയും കൊല്ലാതെ ഇങ്ങ് എടുക്കണ്ടായോ? അപ്പോൾ അതിനൊക്കെ ചിലവാ. നീ 5000 രൂപ ഇങ്ങോട്ട് അയക്കും കേട്ടോ. അയച്ചു വിട്. ഞാൻ ഇട്ട് തരാം. കൊച്ചു കിടന്ന് കരയുന്നു, വേഗം വരാനും പറ. വേഗം വാ ഇങ്ങോട്ട് കേട്ടോ. അതാ കൊച്ചു കരയുന്നു ഇവിടെ. കൊച്ചു കിടന്ന് കരയുന്നെന്ന് പറ. കൊച്ചിവിടെ കരയുന്നു, നീ വേഗം വാ. ശരി. കണ്ടോ നമ്മളെ ഏൽപ്പിച്ചിട്ട് അവനും അവളോട് സൂഹിക്കാൻ പോയേക്കുന്നു. കണ്ടാച്ചാ ഇതിന് നിങ്ങൾ നിന്നു കൊടുത്തിട്ടാ. എൻ്റെ അമ്മായിയമ്മയെങ്ങാണോ ആയിരിക്കണം. എനിക്ക് കുഞ്ഞു പോലും ആയിട്ടില്ല, എന്നാലും എന്നെ അങ്ങനെയും കൂടി ഇങ്ങോട്ടും വിടത്തില്ല. ഈ പെണ്ണിനൊക്കെ നിങ്ങൾ ഒരു കിഴങ്ങത്തി. ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം അവൾക്ക് ഇവിടെ സർവാവകാശവും സർവാധികാരവും അങ്ങ് അഹങ്കാരവും ഇല്ലയോ അങ്ങ്. കുഞ്ഞു കരയുന്ന ഞാൻ കുഞ്ഞിനെ എടുക്കട്ടെ. ചേട്ടൻ വരുമ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്യ്. മിക്കവാറും ഇന്ന് വരുമായിരിക്കും വൈകിട്ട്. എൻ്റെ ഭർത്താവ് ഇന്ന് വൈകിട്ട് വരുമായിരിക്കും. അമ്മ ഈ ചൂല് കൊള്ളാലോ അമ്മേ. നിനക്ക് വേണമെങ്കിൽ നീ അത് എടുത്തോ. മക്കളവിടെ നിൽക്കി. നമ്മൾ കയറട്ടെ. അമ്മ തേങ്ങ ഇപ്പൊ അടത്തിച്ചായിരുന്നോ? അടത്തിപ്പിച്ചായിരുന്നു മോളെ. കള്ളി മമ്മി, എന്നിട്ട് പറഞ്ഞില്ല. നീ എടുത്തോ അത്? അവിടെ തേങ്ങ ഇല്ലമ്മേ. അതെന്തിനാ ഇവിടെ തേങ്ങാക്കറിയൊന്നും എവളെ വെക്കത്തൊന്നും ഇല്ല. നീ എടുത്തോ. അമ്മേ പുതിയ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചോ? എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ ഇല്ല. അവിടെ നീ ബെഡ്ഷീറ്റ് മേടിക്കുന്നതിന് തള്ളക്ക് ഇഷ്ടമല്ല. എടി അത് നീ എടുത്തോ, ബെഡ്ഷീറ്റൊക്കെ നീ എടുത്തോ. എന്തോയിനാ ബെഡ്ഷീറ്റ് നീ എടുത്തോ. കവറിലെടുത്ത് വെച്ചേക്കാം. നല്ല പാവക്കുട്ടി. അത് ഇവിടുത്തെ താടക മേടിച്ച് വെച്ചേക്കുന്ന കൊച്ചിനെ കളിപ്പിക്കാൻ. അവള് മേടിച്ച് വെച്ചാണെങ്കിൽ എന്താ പിന്നെ? കൊച്ചു മാത്രമേ കളിക്കത്തുള്ളൂ, എനിക്കും വേണം. കേട്ടാ, നിന്റെ അമ്മയും അച്ഛനും നിന്നെ ഇട്ടേച്ച് പോയി. ഏതെങ്കിലും തന്നെയും തള്ളയും ചെയ്യുന്ന പരിപാടിയാന്നോ? വയസ്സിയെല്ലാം എൻ്റെ മുതുകത്ത് കയറി ഇരിക്കും നീ. അവൾ വരുമ്പോൾ അവിടെ ചെവിക്കണ്ണ നോക്കി ഒന്ന് കൊടുക്കണം കേട്ടാ. അപ്പം അപ്പയും ഞാനുവേ ഉള്ളേ നോക്കാൻ. നീ മൂത്രം ഒഴിച്ചോടി നിക്കറേ. നീ നിക്കറേ മൂത്രം ഒഴിച്ചോ.
പെണ്ണ് മൂത്രം ഒഴിച്ചല്ലോ ഭഗവാനെ. വാ കഴുവ. അണ്ണൻ ഈ വണ്ടിയിട്ട് ഓട്ടിക്കുമോ അമ്മേ? അവൻ ഇടയ്ക്ക് ആ ചന്തയിലോട്ടൊക്കെ പോകുമ്പോൾ ഈ വണ്ടി എടുത്തോണ്ടാ പോകുന്നത്. രാജേഷ് ഏട്ടനാണെങ്കിൽ ഒരു 2 വീലർ വാങ്ങണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വലുതായിട്ടൊരു മൈൻഡ് കൊടുത്തില്ല. ഒന്നാതെ വീട്ടിൽ നിന്ന് വണ്ടി കൊടുക്കാത്തതിൻ്റെ നല്ല ദേഷ്യം ഉണ്ടെന്നേ. ഈ വണ്ടി രാജേഷ് ഏട്ടന് കൊടുത്തായിരുന്നു വലിയ ഉപകാരമായിരുന്നു. അങ്ങേര് ഈ KSRTCക്ക് അതൊക്കെ കയറി ഉന്തിത്തള്ളിയാ പോകുന്നത്. ഓ അത് അമ്മയ്ക്ക് അറിയത്തില്ല മോളെ. ഇവിടുത്തെ സൂപ്രണ്ടിനോട് ചോദിച്ചിട്ടൊക്കെ എല്ലാവരും ഇതൊക്കെ ചെയ്യത്തോളൂ. സൂപ്രണ്ട് പറയുന്ന കണക്കിരിക്കും, അത് തരുമോയെന്ന് അമ്മയ്ക്ക് ഒരു ഉറപ്പുമില്ല. പിന്നെ അവളെന്തോ പറയാനാ? അമ്മയ്ക്ക് നാക്കില്ലയോ? അങ്ങോട്ട് പറയണം എൻ്റെ മോൻ സമ്പാദിച്ചുണ്ടാക്കുന്നതാണെന്ന്. കുഞ്ഞു പെങ്ങൾ ചോദിച്ചാൽ ഏത് ചേട്ടനാ കൊടുക്കാത്തത്? അല്ലെങ്കിൽ പിന്നെ പുതിയ ഒരെണ്ണം അങ്ങോട്ട് മേടിച്ചതാ. 30 അവൻ്റെ കൂടി ഇനി അതുകൂടി ഒരു ബാധ്യതയാക്കണ്ടെന്ന് വെച്ചിട്ടാ സെക്കൻഡ് ഹാൻഡ് ഞാൻ ചോദിച്ചത്. നമുക്ക് സംസാരിച്ച് നോക്കാം. തിരിച്ചു പോകുമ്പോഴേ ഇതിനെ പുറയിരുന്ന് പോവാല്ലേ? എൻ്റെ അമ്മായിമ്മയുടെ മുന്നിൽ കൂടെ ഞാൻ ഇതിനകത്തൊരു പോക്ക് പോവും. അവിടെ വരെ ഒന്ന് വരണം. നീ അങ്ങോട്ടൊന്ന് വരണം, സംസാരിക്കാനുണ്ട്. ആ ഞാൻ വരാം. അവിടെ കാര്യം സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ എന്തുവാ അമ്മേ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയല്ല ആയുള്ളൂ. നീ അങ്ങോട്ട് വാ, അപ്പ അറിയാം. ശരി ഞാൻ അങ്ങോട്ട് വരാം. ഇവരൊരു തള്ളയാണോ? നമ്മളൊരു ഭാര്യയും ഭർത്താവും റൂമിൽ ഇരിക്കുമ്പോൾ ഒന്ന് മുട്ടിയിട്ട് വന്നൂടെ? എന്തൊരു സ്വഭാവം ഇവരുടെ! ഇവർക്ക് പണ്ടേ ഉള്ള സ്വഭാവം ഈ ഒളിഞ്ഞു നോട്ടം. എടി നീ ഒന്ന് അടങ്ങ്, അവര് പ്രായം ചെന്നവരല്ലയോ. ദേ അമ്മ ഇപ്പോൾ വന്ന എന്തിനാന്നറിയാ? ഞാൻ മുൻകൂട്ടി എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളേ. ഇനി അവിടെ ചെന്ന് അവളുടെ കള്ളക്കണ്ണീര് കണ്ടിട്ട് മൂടോടെ ഇയാളെല്ലാം എടുത്ത് കൊടുക്കാനാണെങ്കിൽ ഞാനും എൻ്റെ കൊച്ചും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോവും. എടി ഇല്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. 5 പൈസ ഞാൻ കൊടുക്കത്തില്ല, നീ അത് ഓർത്ത് പേടിക്കണ്ട. ഒന്നാതെ എനിക്ക് കടമുണ്ട്, ഞാൻ എൻ്റെ കൂടെ കൊണ്ട് കൊടുക്കുവോ? നീ സമാധാനമായിട്ട് ഇരിക്കാൻ നോക്ക്. പോയി നോക്കട്ടെ. മോളെ നീ കരയാതെ അണ്ണനോട് കാര്യം പറ. അവൻ വേണ്ട പരിഹാരം ഉണ്ടാക്കി തരും. അണ്ണ, എൻ്റെ വല്യണ്ണ, ഞാനാകെ പെട്ട് കിടക്കുക അണ്ണ. എന്തു നിന്റെ പ്രശ്നം നീ പറ. നമ്മളിവിടുന്ന് കൊടുത്ത കുറഞ്ഞു പോയെന്നും പറഞ്ഞ് എന്നും എന്നെ ഓരോന്നൊക്കെ പറയും. നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ആ 2 വട്ടം എന്നെ അടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊന്നും പറയാതിരിക്കുക. പറയുന്നത് 30 പവൻ്റെ സ്ത്രീധനം കൂടി കൊടുക്കണമെന്നാ. അവിടെ എന്തൊക്കെയോ ബാധ്യത ഉണ്ടെന്ന്. അപ്പം 101 പവൻ്റെ സ്വർണം അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മൾ 70 പവനല്ല കൊടുത്തോള്. ഞാൻ ചെന്ന് കയറി അന്ന് തൊട്ട് എന്നെ ഉപദ്രവമൊക്കെയാ. എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാൻ വിളിക്കുമ്പോൾ പറയുന്നത് കാറില്ലാതെ ട്രിപ്പ് പോകാനൊരു മൂഡില്ലെന്നൊക്കെയാ. എൻ്റെ കൂടെ എങ്ങോട്ടും വരുത്തൊന്നുമില്ല. എന്തായാലും വൈകിട്ട് അവൻ വരുമല്ലോ. രാജേഷ് വരട്ടെ, നമുക്ക് തീരുമാനിക്കാം. നീ വിഷമിക്കാതിരിക്കുക, ഞാനുണ്ട് നിൻ്റെ കൂടെ. നീ കേട്ടില്ലേ അവിടെ പറയുന്നത് എന്തൊക്കെയാന്ന്? അപ്പൊ നിങ്ങളെല്ലാം തീരുമാനിച്ചല്ലേ? എന്തോ തീരുമാനിക്കാനാ? എൻ്റെ പെങ്ങൾ ഇങ്ങനെ കിടന്ന് കരയുമ്പോൾ പിന്നെ ഞാൻ എന്തോ വേണമെന്നാ? ഞാനല്ലാതെ അവൾക്ക് വേറെ ആരാ ഉള്ളത്? ഓ അപ്പൊ പിന്നെ ആങ്ങളുടെ മനസ്സങ്ങ് അലിഞ്ഞു കാണും. അമ്മയും മക്കളും എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാനും എൻ്റെ കൊച്ചു ഇവിടുന്ന് ഇറങ്ങുക. രമ്യയെ നയപ്പെട്. എടുത്തു ചാടിയൊന്നുമല്ല, നിങ്ങളോട് ഞാൻ ഇതെല്ലാം നേരത്തെ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളല്ലല്ലോ വലുത്, നിങ്ങളുടെ പെങ്ങളല്ലേ. എന്താന്ന് വെച്ചാ ആയിക്കോ. രമ്യ നയപ്പെട് രമ്യയെ. ഇല്ല, രമ്യയെ പറയുന്ന കേക്ക്, നയപ്പെടാനാ പറഞ്ഞത്. രമ്യയെ നീ അടങ്ങ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തോന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങൾ അവക്ക് പൈസ കൊടുക്കാനാ തീരുമാനമെങ്കിൽ ഞാൻ ഈ ഫാനും കെട്ടി തൂങ്ങി ചാവും. നിങ്ങളിതാ ഈ കൊച്ചിന് 2ാം അമ്മയെ നോക്കിക്കോ.